ഹായ് ഫ്രണ്ട്സ്, ഞാനിന്ന് നിൽക്കുന്നത് പെരിങ്ങോട്ട് കാനാടിക്കാവ് വിഷ്ണുമായ കുട്ടിച്ചാത്തൻ സ്വാമി ക്ഷേത്രത്തിന് മുന്നിലാണ്. നമ്മുടെ പ്രസിദ്ധമായ രാമന്റെ ക്ഷേത്രമായ തൃശ്ശൂരിലുള്ള തൃപ്രയാറിൽ നിന്നും ഒരു 3 കിലോമീറ്റർ കിഴക്ക് മാറിയാണ് ഈ പെരിങ്ങോട്ട് മന സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ 5 കിലോമീറ്ററിനുള്ളിൽ 3 വിഷ്ണുമായ ക്ഷേത്രമാണ് സ്ഥിതി ചെയ്യുന്നത്. ഒന്ന് പെരിങ്ങോട്ടുമന കാനാടിക്കാവ് വിഷ്ണുമായ കുട്ടിച്ചാത്തൻ സ്വാമി ക്ഷേത്രം, 2 പെരിങ്ങോട്ടുകര ദേവസ്ഥാനം, 3 ആവണങ്ങാട് കളരിയിൽ. ഇത് 3ഉമാണ് ഇവിടെ സ്ഥിതി ചെയ്യുന്ന വിഷ്ണുമായ ക്ഷേത്രം. വിഷ്ണുമായ ശിവപാർവതി പുത്രനാണ്. ബൃങ്കാസുരനെ വധിക്കാൻ വേണ്ടിയാണ് ജന്മമെടുത്തത്. ഗർഭപാത്രത്തിൽ ജനിക്കാത്ത ഒരു 7 വയസ്സുള്ള ഒരു ബാലന് മാത്രമേ തന്നെ കൊല്ലാൻ പറ്റൂ എന്ന വരമാണ് ബൃങ്കാസുരൻ ബ്രഹ്മാവിൽ നിന്ന് നേടിയിരുന്നത്. ശിവനും പാർവതിയും തീർത്ഥാടകരുടെ രൂപത്തിൽ നാട് കാണാനിറങ്ങി. യാത്രക്കിടയിൽ മലയര രാജാവിന്റെ കാനനത്തിലെത്തി. മലയര രാജാവ് കാളിയാറിന്റെ തീരത്ത് ഒരു പർണശാല കെട്ടിയിട്ട് അവിടെ താമസിക്കാനായിട്ട് ശിവനോടും പാർവതിയോടും അപേക്ഷിച്ചു. അങ്ങനെ അവിടെ താമസിക്കുന്നതിനിടയിൽ ശിവഭഗവാന് മലയര രാജാവിൻ്റെ പുത്രിയായ പുളിവാകയിൽ ഒരാഗ്രഹം തോന്നി. അത് പുളിവാകയിൽ അറിയിക്കുകയും, പക്ഷേ കന്യകാത്വം നഷ്ടപ്പെടുത്താൻ ഇഷ്ടമില്ലാത്ത പുളിവാക പാർവതി ദേവിയെ ധ്യാനിച്ച് പ്രത്യക്ഷപ്പെടുത്തി ഈ കാര്യം അവതരിപ്പിച്ചു. അങ്ങനെ പാർവതി ദേവി പുളിവാകയുടെ രൂപത്തിൽ ശിവഭഗവാന്റെ മുന്നിലെത്തുകയും അങ്ങനെ ശിവനും പാർവതിയും സംഗമിച്ചുണ്ടായ ശക്തി ഒരു കാട്ടുകിഴങ്ങിൻ്റെ ഉള്ളിലേക്ക് വന്നിട്ട് അതിൽ നിന്നാണ് വിഷ്ണുമായ ഭഗവാൻ ജന്മമെടുത്തത്. അങ്ങനെ 7 വയസ്സുവരെ വിഷ്ണുമായ വളർത്തിയത് പുളിവാകയാണ്. അങ്ങനെ കുട്ടിച്ചാത്തൻ എന്ന പേരിലാണ് അവിടെ അറിയപ്പെട്ടിരുന്നത്. അങ്ങനെ 7 വയസ്സായപ്പോൾ കൈലാസത്തിലെത്തിയ കുട്ടിച്ചാത്തൻ സ്വാമി അവിടെ കൈലാസ ഭൂതങ്ങൾ തടഞ്ഞപ്പോൾ കുട്ടിച്ചാത്തൻ സ്വാമി വിഷ്ണുവിൻ്റെ രൂപത്തിൽ അകത്ത് കടന്നു. ഇത് കണ്ട ശിവഭഗവാൻ ഇട്ട പേരാണ് വിഷ്ണുമായ. അങ്ങനെയാണ് വിഷ്ണുമായ എന്ന ഈ കുട്ടിച്ചാത്തൻ സ്വാമിക്ക് വിഷ്ണുമായ എന്ന പേര് വന്നത്. ഇതാണ് ഇവിടുത്തെ ഐതിഹ്യം. ഈ കാണുന്നതാണ് അവിടുത്തെ മഠാധിപതിയുടെ കൊട്ടാരം. അങ്ങനെ ഞങ്ങൾ അവിടെ എല്ലാം തൊഴുതു കണ്ടു ഇറങ്ങി. പിന്നെ ഞങ്ങൾ നേരെ പോയത് പെരിങ്ങോട്ടുകര ദേവസ്ഥാനത്തിലേക്കായിരുന്നു. നമുക്കെല്ലാവർക്കും പല പല പ്രശ്നങ്ങളുണ്ടല്ലോ. അപ്പോൾ ഈ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാൻ വേണ്ടി വർഷത്തിൽ 365 ദിവസം ഉച്ചയ്ക്ക് 12 മണിക്ക് അവിടെ ഒരു മണ്ഡപമുണ്ട്. ആ മണ്ഡപത്തിൽ കൽപ്പന നടക്കുമേ. ആ സമയത്ത് പൂജാരി വെളിച്ചപ്പാട് പോലെ വന്ന് കാര്യങ്ങൾ പറയും. അപ്പോൾ വിഷ്ണുമായാണ് അത് എന്നാണ് നമ്മുടെ ഒരു വിശ്വാസം. അങ്ങനെ നമ്മളുടെ ഇതൊക്കെ നമ്മുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള പ്രതിവിധിയൊക്കെ പറഞ്ഞു തരും. അപ്പോൾ നമ്മളുടെ പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കപ്പെടും എന്നാണ് വിശ്വാസം. ഇതാണ് ആ മണ്ഡപമേ. പക്ഷെ ഇതിനകത്ത് കയറിയപ്പോൾ എന്തൊരു ഫീലായിരുന്നെന്നറിയാമോ? എന്തൊരു രാജകൊട്ടാരത്തിൽ നമ്മൾ കയറിയതുപോലെ ഒരു ഫീലായിരുന്നു കേട്ടോ. പക്ഷെ ഭയങ്കര തിളക്കവും നമ്മുടെ ആ നെഗറ്റീവ് എനർജി എല്ലാം പോയി നമുക്കൊരു പോസിറ്റീവ് എനർജി കിട്ടും കേട്ടോ. സ്വർഗത്തിലേക്കാണോ എത്തിപ്പെട്ടത് എന്ന് പോലും എനിക്ക് തോന്നിപ്പോയി കേട്ടോ. പിന്നെ ഇത് ഗണപതി ഭഗവാന്റെ പല പല ഭാവങ്ങളാണ്. ഇത് ആദി ഗുരുവാണ്. ഈ കാണുന്നത് വിഷ്ണു വാഹനമായ ഗരുഡനാണ്. ഇതിൻ്റെ ഉയരം എന്ന് പറയുന്നത് 21 അടിയാണ്. ഈ കാണുന്നത് ശിവപാർവതി വിഷ്ണുമായ ശില്പമാണ് കേട്ടോ. ഇതിന് 41 അടി ഉയരമുള്ളത്. ഇത് കേരളത്തിലെ ഏറ്റവും ഉയരമുള്ള വിഷ്ണുമായ ശില്പമാണ് കേട്ടോ. ശംഖിനുള്ളിൽ തെളിയുന്ന ശിവപാർവതിമാരുടെ രൂപവും പിന്നെ ശിവലിംഗത്തിന് മുകളിൽ വിഷ്ണുമായ സ്വാമിയുടെ രൂപവും കേട്ടോ. പിന്നെ ആ പിച്ചള കൊണ്ട് നിർമ്മിച്ച പ്രഭാവലയ ചുറ്റും കാണുന്നത്. പിന്നെ ഈ കാണുന്നത് പാലാഴി മദനമാണ്. അത് ഓർമ്മിപ്പിക്കുന്നതാണ് ഇത്. അങ്ങനെ അതെല്ലാം കണ്ട് ഞങ്ങൾ ഭക്തിയോടുകൂടി അവിടെ നിന്ന് ഇറങ്ങി. പിന്നെ ഞങ്ങൾ നേരെ പോയത് ആവണങ്ങാട് കളരിയിലേക്കാണ് കേട്ടോ. ഞങ്ങൾ എല്ലായിടം പോയപ്പോഴത്തേക്ക് കുറച്ച് ലേറ്റായിപ്പോയി. ശക്തിപൂജ രാത്രി നടക്കുന്ന ശക്തിപൂജ മാത്രമേ ഞങ്ങൾക്ക് കാണാൻ പറ്റുള്ളൂ. അങ്ങനെ ഞങ്ങൾ ആവണങ്ങാട്ട് കളരിയിലെത്തി. പക്ഷെ അവിടെ പിന്നെ ഒരു കാര്യമുണ്ട്, അവിടെ ക്യാമറയൊന്നും അകത്ത് അലൗഡല്ല കേട്ടോ. അതുകൊണ്ട് ക്യാമറയൊന്നും അകത്തേക്ക് കൊണ്ടുപോകാൻ പറ്റിയില്ല. നിങ്ങളെല്ലാവരും ഇവിടെ പോകാൻ ശ്രമിക്കുക. നിങ്ങളുടെ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കപ്പെടും. ക്ഷിപ്രപ്രസാദിയാണല്ലോ ഈ ഭഗവാൻ. അപ്പോൾ എൻ്റെ വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. എൻ്റെ വീഡിയോസൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ ശരി, ഓക്കെ. നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം.